ഹലോ, അരുൺ ആൻഡ് മീയിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയാണല്ലേ? ഇവിടെ ആലപ്പുഴയ്ക്ക് നല്ല മഴയാണ്. ഓറഞ്ച് അലാർട്ടാ പറഞ്ഞെങ്കിലും റെഡ് അലാർട്ടാന്ന് തോന്നി. അത്രയ്ക്ക് മഴയായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ കൃഷി കഴിഞ്ഞതിന്റെ പുറകെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറ്റി ഒന്നും ചെയ്തില്ല. പക്ഷെ പെയ്ത്ത് വെള്ളവും കൂടെ തൂമ്പൊക്കെ തുറന്നപ്പോൾ നന്നായിട്ട് വെള്ളമായി. നമ്മുടെ വീടിന്റെ മുറ്റം വരെ വെള്ളമായിട്ടുണ്ട്. ഇപ്പം പാടം ഏതാ വഴി ഏതാ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ്. ഇനി നമുക്ക് റോഡിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വള്ളം ഇല്ലാതെ പറ്റത്തില്ല. നമ്മുടെ റോഡിലോട്ട് കയറുന്ന കുറച്ച് ഭാഗം വരെ നമുക്ക് ഇത്തിരി പാടാണ് പോകാൻ. അപ്പം വള്ളം ഇറക്കാതെ പറ്റത്തില്ല. അപ്പം കുറച്ചായി വള്ളം ഇറക്കാതെ മൂടിയിട്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പം ഇറക്കാതെ വയ്യ, നിവൃത്തിയില്ല. അതുകൊണ്ട് ദേ എല്ലാവരും ദേ കൂടെ ചേർന്ന് ഇറക്കാൻ പോവാണ്. അപ്പം തട്ടിയൊക്കെ നോക്കിയിട്ടാണ്, കുറേ നാളായിട്ട് മൂടിയിട്ടിരിക്കുമായിരുന്നു. അപ്പം ദേ അടിയിലോട്ടൊക്കെ പോയി നോക്കുവാണ് വല്ല ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടോന്ന്. കാരണം തണുപ്പൊക്കെ അല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട് വല്ലതും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇറക്കുന്നത്. വിചാരിച്ച പോലെ തന്നെ ഒരാളുണ്ടായിരുന്നു കേട്ടോ, ഓലച്ചുരുളൻ തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരു വിധത്തില് നമ്മുടെ വള്ളം ഇറക്കി. വള്ളത്തിനാണെ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ വേണമായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് നന്നാക്കാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല. കാരണം വിചാരിച്ച പോലെ അല്ലല്ലോ, പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചും അതേപോലെ തന്നെ വെള്ളം കയറിയതും ഒക്കെ. വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ വള്ളം ഇറക്കി. ഇത് നമ്മുടെ വള്ളമാണ്. ഇനി അവർക്കും അപ്പുറത്തെ വീട്ടിലും ഇനി വെള്ളം ഇറക്കണം. അത് പുറകെ ഇനി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ ഈ പാടത്തിന് നടുക്ക് എല്ലാവർക്കും വള്ളം വേണം. വള്ളം ഇല്ലാതെ പറ്റത്തില്ല. വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ദേ അച്ഛനും മോനും കൂടെ വള്ളമൊക്കെ കെട്ടിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോവാണ്. ഇപ്പം തന്നെ ഇത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുട്ടറ്റം വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പം കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം അത്രയ്ക്ക് മഴയാണ്. ഒരു നിർത്താതെ പെയ്തോണ്ടിരിക്കുകയെന്ന് പറയണം. അത്രയ്ക്ക് മഴ. ഇപ്പൊ ആറ്റിലെ വെള്ളം പോലെ ആയി പാടത്തിലെ വെള്ളവും. നല്ല ഒഴുക്കും വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. അച്ഛനും മോനും കൂടെ ദേ കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചേട്ടനൊക്കെ ഈ വെള്ളത്തിലാണ് നീന്തൽ പഠിച്ചതെന്ന് പറയും. കാരണം പണ്ടൊക്കെ 6 മാസം കൃഷിയും 6 മാസം വെള്ളം കയറ്റി ഇടുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ 6 മാസമൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിലായിരുന്നു കൂടുതലും. അതവർക്ക് ശീലമായി. പാടത്തിനടുക്കുള്ള എല്ലാ വീട്ടുകൾക്കും ശീലമുള്ളതാണ്. അവർ ഈ വെള്ളത്തിൽ നീന്തി കളിച്ച്, അതുകൊണ്ട് നീന്തൽ പഠിക്കാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ നീന്തൽ അറിയാം. ഇനിയിപ്പം മോനെ നീന്തൽ പഠിപ്പിക്കണം. പക്ഷെ അവന് പേടിയാട്ടോ. ഒത്തിരി പ്രാവശ്യം ഇതണക്ക് വെള്ളം കയറ്റുമ്പോഴൊക്കെ നല്ല വെള്ളമാകുന്ന ടൈമിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവന് പേടിയാണ്. പോകെ പോകെ ഒക്കെ പഠിപ്പിക്കണം. ഇനി ഈ പാടത്ത് ഇനി ഉടക്കുവലയുടെ ബഹളമായിരിക്കും. വലയിടലും മീൻപിടുത്തക്കാരും ചൂണ്ടയിടലും ഒക്കെ ആയിരിക്കും. കാരണം ഇനി മീൻ ഒത്തിരി കിട്ടും. പക്ഷെ വെള്ളം എവിടം വരെ കയറും എന്നുള്ളൊരു ടെൻഷനാണ്. ഇപ്പം തന്നെ നമ്മുടെ വീടിന്റെ സ്റ്റെപ്പ് വരെ എത്തി വെള്ളം കയറി കയറി വരുവാണ്. അപ്പം ദേ വള്ളത്തിൽ ഞങ്ങൾ കയറി. അപ്പം ഞാനും അമ്മയും ചേട്ടനും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഞങ്ങൾ റോഡിന്റെ അപ്പുറത്തോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഇപ്പുറത്തെ റോഡിലെത്തി. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അവിടെ ഇത്രയും വരെ ഞങ്ങൾ വള്ളത്തിൽ വന്നു. ഇനി അപ്പുറത്തെയൊക്കെ അച്ഛന്റെ വള്ളമാണ് കേട്ടോ ആ കാണുന്നത്. അവര് പോയി എടുത്തിട്ട് വരുവാണ്. ഇനി അത് ഇറക്കണം. ഇപ്പം വള്ളം ഇല്ലാത്തവര് പോയി ഈ ഒരു വെള്ളം കയറുന്ന ടൈമിൽ പോയി വാങ്ങിച്ചിട്ട് വരും കേട്ടോ. വിലക്കെടുക്കും. അങ്ങനെ അടിയിൽ മടലൊക്കെ വെച്ച് അങ്ങനെ ഉരുട്ടിയാണ് ഇപ്പുറത്തോട്ട് റോഡിന് ഇപ്പുറം കടത്തി വിടുന്നത്. അങ്ങനെ വള്ളം ഇറക്കി. നല്ല പൊക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ആയി. സൈഡൊക്കെ ഇടിയാൻ തുടങ്ങി. പറ്റ വരെ ആയി. സൈഡൊക്കെ വെള്ളമായി. ഇനിയിപ്പോ കുറച്ചും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് വരെ മുങ്ങും. ആ ഒരവസ്ഥയാണിപ്പോൾ. 2018 പോലൊരു വെള്ളപ്പൊക്കം ആവുമോ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും കയറി. വെള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. ഡാമും കൂടെ തുറന്നു വിട്ടു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഓർക്കാനേ വയ്യ. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.